ഇനിയിപ്പോൾ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റർ ആണ്, നിങ്ങളുടെ ഹൊറിസോൺ മോർ ദാൻ 10 ഇയർ ആണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പീരീഡ് ആണ്, 1-2 വർഷമായിട്ടുള്ള നെറ്റ് റിട്ടേൺ ആണ്, ഒരു കാരണവശാലും പേടിക്കേണ്ട. ബിക്കോസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈം ഹൊറിസോണിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, ക്ഷമയോടെ കാത്തിരിക്കാം, അവിടെ സമയമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് റിട്ടേൺ കിട്ടണോ? നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺ വേണോ? വേണം. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ആഗ്രഹം ഏറ്റവും നല്ല റിട്ടേൺ എനിക്ക് കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഏറ്റവും വലിയ കഴിവ്, മാനദണ്ഡം നിങ്ങളുടെ എബിലിറ്റി അല്ല. നിങ്ങൾക്ക് ഫണ്ടിനെ പറ്റി എന്തൊക്കെ അറിയാം, നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെക്ക് ചെയ്തിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്തത്, ഇതൊക്കെ നമുക്കൊരു 60% വരെ നിർത്താം. അതൊക്കെ ഉത്തരവാദിത്ത അഡ്വൈസറിയാണ്, നിങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്ത് തന്ന ആളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. ഇനി 40% ഉത്തരവാദിത്തം ആരുടെയാണ്? നമ്മൾ ഓരോരുത്തരുടെയാണ്. അവിടെ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? പേഷ്യൻസ് ഉള്ളവരായിരിക്കണം. 2, നിങ്ങളുടെ സൈക്കോളജി, അതായത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം. ഏറ്റവും അവസാനത്തെ ഒറ്റ പോയിന്റ് കൂടി ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിട്ടേൺ കിട്ടണമെങ്കിൽ ഏറ്റവും ആദ്യം അതിനുവേണ്ടി ശ്രമിക്കുന്ന ആരാണെന്നറിയോ? നിങ്ങളുടെ AMCയും അതിൻ്റെ ഫണ്ട് മാനേജും അതിൻ്റെ ടെക്നിക്കൽ ടീമുമാണ്. അവർ പകൽ ഓരോ ഫണ്ടുകളും ഏറ്റവും മികച്ച റിട്ടേണും അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ഏറ്റവും മികച്ച റിട്ടേൺ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ട വർക്ക് അവർ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് മികച്ച റിട്ടേൺ തരേണ്ട ഉത്തരവാദിത്തമുള്ളവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവർ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 ഇയർ ഹൊറിസോൺ നോക്കിയാൽ എപ്പോഴും ഒരു 15% മുകളിലേക്ക് കിട്ടാൻ വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരത് തരുന്നുമുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും നിങ്ങളുടെ സൈക്കോളജിയാണ്, നിങ്ങൾ തന്നെയാണ് പ്രശ്നം എന്ന് മാത്രം മനസ്സിലാക്കുക. സോ ഈ വീഡിയോയുടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഗോൾ അനുസരിച്ച് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം, എന്താണ് മാർക്കറ്റിൻ്റെ വോൾട്ടാലിറ്റി, ഇനിയും മ്യൂച്വൽ ഫണ്ട് മികച്ച റിട്ടേൺ കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആകണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആരുടെയും സഹായമില്ലാതെ ഇപ്പോൾ ഒരു നിശ്ചിത അവസ്ഥ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.